അർജുൻ പീതാംബരൻ അവിടെ നിന്നുണ്ട്. അർജുൻ, ഒരു മരണം സ്ഥിരീകരിച്ചല്ലോ. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത എത്രമാത്രമാണ്? LNGP ആശുപത്രിയിലേക്ക് മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ് എത്തിയിട്ടുണ്ട്. 14 പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ ആശങ്കാജനകമായ ഒരു വാർത്ത വരുന്നത്, ഒരു ദേശീയ മാധ്യമം 5 മരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 5 മരണമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർജുൻ, കേൾക്കാമോ? അഭിലാഷ്, തീർച്ചയായിട്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ LNGP ആശുപത്രിയിലേക്കുള്ള വഴിയിൽ തന്നെയാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും. നിലവിൽ 5 മരണം എന്നുള്ളൊരു റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ സ്ഫോടനം നടന്ന ആ ഒരു പ്രദേശത്ത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ മൃതശരീരങ്ങൾ കിടക്കുന്നത് വളരെ വ്യക്തമായിരുന്നു. അതിനപ്പുറത്തേക്ക് ആളുകൾ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ആശങ്ക ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 5 മരണം, 5-ലധികം മരണം എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ LNGP ആശുപത്രി അധികൃതർ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, സെവറൽ കാഷ്വാലിറ്റീസ് ഹാവ് ബീൻ ബ്രോട്ട്, അതായത് നിരവധി കാഷ്വാലിറ്റീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. നിലവിൽ NIAയും ഡൽഹി പോലീസും പരിശോധന നടത്തുന്നത് ഈ പ്രദേശത്ത്, ഈ സ്ഫോടനം നടന്ന പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ള കാര്യം തന്നെ വരേണ്ടിയിരിക്കുന്നു. ചില ദേശീയ മാധ്യമങ്ങൾ അർജുൻ CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരിക്കണം. പോലീസ് എന്തെങ്കിലും കൺഫേം ചെയ്തോ? ഇല്ല, പോലീസ് ഇതുവരെയും ഒരു കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടോ, അതായത് എന്തുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്രാരംഭഘട്ടമാണ്. നിലവിൽ അരമണിക്കൂർ സമയമെടുത്താണ് ഈ അഗ്നിബാധ പൂർണ്ണമായിട്ടും ഫയർഫോഴ്സ് ശമിപ്പിച്ചത്. അതിനുശേഷമാണ് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് പോലീസിനും NIAയ്ക്കും പോലും ഇപ്പോൾ സാധ്യത ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന തുടരുന്നു. അവിടെ ഫോറൻസിക് സംഘം അടക്കം എത്തിയിട്ടുള്ള പരിശോധനയാണ്. ആളുകളെയൊക്കെ മാറ്റിയിരിക്കുന്നു. ഒരു പരിഭ്രാന്തിയുള്ള ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഇപ്പോഴും. അവിടെയാണ് ഈ പരിശോധന എല്ലാം തന്നെ തുടരുന്നത്. ഇത്തരത്തിൽ CNG വാഹനങ്ങൾ നിരവധി ഉണ്ട് ഡൽഹിയിൽ. അത്തരമുള്ള സംഭവങ്ങൾ, അതായത് CNG പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നിലവിൽ ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ലെങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെയോ മറ്റ് അന്വേഷണ ഏജൻസികളുടെയോ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ എടുക്കുക അർജുൻ. ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 5 മരണം, 14 പരുക്ക്. 5 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു, 14 പേർക്ക് പരുക്കേറ്റിരിക്കുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഔദ്യോഗിക വിവരമല്ല, കൺഫേം ചെയ്യപ്പെട്ട വിവരമല്ല. 5 മരണം, 14 പേർക്ക് പരുക്ക് എന്നുള്ളതാണ് ലഭ്യമാകുന്ന ആദ്യത്തെ സൂചനകൾ. कितने लोग सवार थे उस गाड़ी में, कुछ पता चला? 4-5 कई जने वैसे जल गए आसपास में जो थे वो। कितनी गाड़ियां डैमेज हुई हैं यहाँ पे? कितनी? 3 गाड़ी। वो जो कार सवार थे उनकी क्या हालत कैसी है? कुछ तो गंभीर है, 8-10 तो गंभीर है। 20-25 जनों को वैसे चोट आई है उनके जैसे कीचड़ों से, और कुछ हाथों हाथ खत्म। कितने बजे घटना घटी? 7 बजे। 7 पुट्टे 7 में बम फट गया। 7 बजते पुट्टे 7 में बस बम फट गया। मैं अपना दुकान वहीं पे था, मेरा दुकान। कितनी गाड़ियां चपेट में आई इसके बम के? 2 बस जल गया है। 2 बस भी? हाँ। മരണസംഖ്യ ഉയരുന്നതായുള്ള ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കും. 5 മരണം ആയിരിക്കുന്നു, 5-ൽ കൂടുന്നു മരണം എന്നുള്ള വാർത്തകൾ, ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റ് നമ്പർ 1-ൽ, ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1-ലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഉയരുകയാണ്, പരുക്കേറ്റ ആളുകളുടെ എണ്ണവും ഉയരുകയാണ്. LNGP ആശുപത്രിയിലേക്കാണ് പരുക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. 6:55-നാണ് ഈ സംഭവം ഉണ്ടായത്. ഗേറ്റ് നമ്പർ 1-ന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്ന് ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. ആ സ്ഫോടനത്തെ തുടർന്ന് സമീപത്തുള്ള കാറുകൾക്ക്, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് തീ അങ്ങോട്ട് ആളിപ്പടരുകയാണ്, അഗ്നിബാധ ഉണ്ടാവുകയാണ്. 37 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നു എന്ന ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 5-ലധികം മരണമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാവുന്ന അവസ്ഥയായിട്ടുണ്ട്. നിരവധി പേരാണ് പരുക്കേറ്റ് LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇനി നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇപ്പോൾ നൽകിയിട്ടില്ല. NSDയും അതുപോലെ തന്നെ NIAയും, ദേശീയ അന്വേഷണ ഏജൻസിയും ദേശീയ സുരക്ഷാ ഗാർഡുകളും സ്ഥലത്തുണ്ട്. NIAയും NSDയും സ്ഥലത്തുണ്ട്.